നമസ്കാരം. ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. പാക് ആക്രമണത്തിൽ ഇന്ത്യൻ സൈനികന് അതിർത്തി ജില്ലയിൽ വീരമൃത്യു. നിയന്ത്രണ രേഖയ്ക്കടുത്ത് വ്യാഴാഴ്ച രാത്രി ഉണ്ടായ വെടിവെപ്പിൽ മുരളിക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ചികിത്സയ്ക്കായി ഡൽഹിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയായിരുന്നു അന്ത്യം. ആന്ധ്രയിലെ സത്യസായി ജില്ലയിലാണ് മുരളി നായിക്കിന്റെ സ്വദേശം. കർഷക കുടുംബത്തിലെ അംഗമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ ലംഘിച്ച് പാകിസ്ഥാൻ സൈന്യം വെടിവെപ്പ് നടത്തുകയായിരുന്നു. പാക് പ്രകോപനത്തിന് മറുപടിയായി ലാഹോറിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തമായ തിരിച്ചടി. ഇസ്ലാമാബാദിലും ഇന്ത്യ ആക്രമണം നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നൌഷാര സെക്ടറിൽ ഇന്ത്യൻ ആർമി 2 പാകിസ്ഥാൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്നും റിപ്പോർട്ട്. അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ്. അതിനിടെ 2 പാകിസ്ഥാൻ പൈലറ്റുമാരെ ഇന്ത്യ പിടികൂടിയെന്നാണ് ലഭിക്കുന്ന വിവരം. അതിർത്തി സംഘർഷം വഷളാകുന്നതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായി പാകിസ്ഥാൻ. കൂടുതൽ വായ്പയ്ക്കായി ലോകബാങ്കിനെ ഉൾപ്പെടെ സമീപിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായിരിക്കെ അതീവ ജാഗ്രതയിൽ അതിർത്തി സംസ്ഥാനങ്ങൾ. ജമ്മു കാശ്മീരിന് പുറമെ പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും പൊതു തലസ്ഥാനമായ ചണ്ഡീഗഡിൽ ഇന്ന് രാവിലെ അപായ സൈറൻ മുഴങ്ങിയത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി. സർക്കാർ കെട്ടിടങ്ങളിലും തിരക്കേറിയ പ്രദേശങ്ങളിലും ഉൾപ്പെടെ ഡൽഹിയിലെ സുപ്രധാന സ്ഥാപനങ്ങളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരുടെ അവധികൾ റദ്ദാക്കി. ഇന്നലെ രാത്രി പഞ്ചാബിലെ പല നഗരങ്ങളിലും സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തി. രാജ്യം അതീവ ഗുരുതര സാഹചര്യം നേരിടുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ സാഹചര്യത്തിൽ കേരളം ഏതു രീതിയിൽ സജ്ജമാകണമെന്ന കാര്യത്തിൽ മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കണ്ണൂർ ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനത്തിന് ഇന്ത്യ ഉചിതമായ മറുപടിയാണ് നൽകുന്നതെന്നും രാജ്യത്തിനോടൊപ്പം ജനം ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ രാജ്യം നല്ല രീതിയിലാണ് പ്രതിരോധിക്കുന്നതെന്നും പിണറായി വിജയൻ. സർക്കാർ വാർഷികാഘോഷങ്ങൾ തുടരുന്നതിൽ അടക്കം തീരുമാനമെടുത്തേക്കുമെന്നുമാണ് ലഭിക്കുന്ന സൂചനകൾ. മലപ്പുറം ജില്ലയിൽ നിപ്പ ബാധിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 49 പേർ നിരീക്ഷണത്തിലുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രോഗലക്ഷണങ്ങളുള്ള 6 പേരുടെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചു. ചെറിയ രോഗലക്ഷണങ്ങളുള്ള 5 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചു. പെരിന്തൽമണ്ണ ആശുപത്രിയിലുള്ള എറണാകുളം സ്വദേശി സ്റ്റാഫ് നഴ്സും ഐസൊലേഷനിലുണ്ട്. ഇവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കടുക്കുന്നതിന് പിന്നാലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല ദർശനം റദ്ദാക്കിയതായി സൂചന. ഈ മാസം 18 രാഷ്ട്രപതി കോട്ടയത്തെത്തുമെന്നും 19 ശബരിമലയിൽ ദർശനം നടത്തുമെന്നുമായിരുന്നു അറിയിപ്പ്. എന്നാൽ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ സ്വകാര്യ ചടങ്ങുകൾ ഒഴിവാക്കാൻ രാഷ്ട്രപതി തീരുമാനിച്ചതായാണ് വിവരം. എന്നാൽ സന്ദർശനം റദ്ദാക്കിയതായി ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല. രാഷ്ട്രപതി എത്തുന്നതിനോടനുബന്ധിച്ച് തീർത്ഥാടകർക്കായി നടത്തുന്ന വിർച്വൽ ക്യൂ നിയന്ത്രണം ഒഴിവാക്കിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ADGP MR അജിത് കുമാറിനെ വീണ്ടും തന്ത്രപ്രധാന പദവിയിലേക്ക് നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ബറ്റാലിയൻ ADGP ആയിരുന്ന അജിത് കുമാറിന് എക്സൈസ് കമ്മീഷണറായാണ് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ യോഗേഷ് ഗുപ്തയെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറലായും നിയോഗിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടറായിരുന്ന മനോജ് എബ്രഹാം വിജിലൻസ് ഡയറക്ടറാകും. ജയിൽ DGP ആയിരുന്ന ബൽറാം കുമാർ ഉപാധ്യായെ കേരള പോലീസ് അക്കാദമി ഡയറക്ടറായും എക്സൈസ് കമ്മീഷണറായിരുന്ന മഹിപാൽ യാദവിനെ ക്രൈം ADGP ആയും നിയമിച്ചു. അനധികൃത സ്വത്ത് സമ്പാദനം, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, തൃശൂർ പൂരം കലക്കൽ തുടങ്ങിയ ഒട്ടേറെ വിവാദങ്ങളിൽ ഇടം പിടിച്ച് നടപടി നേരിട്ട MR അജിത് കുമാർ 1995 ബാച്ച് ഉദ്യോഗസ്ഥനാണ്. 2028 വരെയാണ് ഇദ്ദേഹത്തിന് സർവീസ് ഉള്ളത്. DGP S ദർവേഷ് സാഹിബ് ജൂൺ 30 വിരമിക്കുമ്പോൾ സംസ്ഥാനത്തിന് പുതിയ പോലീസ് മേധാവിയാകാനുള്ളവരുടെ സാധ്യതാ പട്ടികയിലും അജിത് കുമാറിന്റെ പേരുണ്ട്. SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ വിജയ ശതമാനം 99.5%. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിച്ചത്. പരീക്ഷ എഴുതിയ 4,24,583 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 61,449 പേർക്ക് എല്ലാ വിഷയത്തിലും A+. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിജയ ശതമാനത്തിൽ നേരിയ കുറവുണ്ട്. കഴിഞ്ഞ വർഷം 99.69% വിജയം. കണ്ണൂർ ജില്ലയിലാണ് വിജയ ശതമാനം ഏറ്റവും കൂടുതൽ. തിരുവനന്തപുരത്താണ് ഏറ്റവും കുറവ്. പാല, മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലകൾ 100% വിജയം നേടി. 98.28
98.28 വിജയശതമാനമുള്ള ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയാണ് ഏറ്റവും കുറവ് വിജയശതമാനം നേടിയത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ A+ നേടിയത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ്. 4115 പേർ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. കഴിഞ്ഞ വർഷം ഇത് 4934 ആയിരുന്നു. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ IPL മത്സരങ്ങൾ നിർത്തിവെക്കാൻ തീരുമാനം. ഒരാഴ്ചത്തേക്ക് മത്സരങ്ങൾ മാറ്റിവെക്കാനാണ് BCCI തീരുമാനിച്ചിരിക്കുന്നത്. അടിയന്തരമായി തീരുമാനം നടപ്പിലാക്കാനാണ് നിർദ്ദേശം. ഇന്ന് ഉച്ചയ്ക്കാണ് ഇത് സംബന്ധിച്ച തീരുമാനം പുറത്തു വന്നത്. ഡൽഹി ക്യാപിറ്റൽസും പഞ്ചാബ് കിങ്സും തമ്മിൽ വ്യാഴാഴ്ച ധർമ്മശാലയിൽ നടക്കേണ്ടിയിരുന്ന മത്സരം വ്യോമാക്രമണ ഭീഷണിയെ തുടർന്ന് പാതിവഴിയിൽ ഉപേക്ഷിച്ചിരുന്നു. ഈ മത്സരത്തിന്റെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഒരാഴ്ചയ്ക്ക് ശേഷം മത്സരങ്ങളുടെ പുതിയ സമയക്രമങ്ങളും വേദികളും സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കുമെന്നാണ് BCCI അറിയിച്ചത്. IPL ഗവേണിംഗ് കൗൺസിൽ, ടീം ഫ്രാഞ്ചൈസികൾ എന്നിവരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് മത്സരം ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കാൻ തീരുമാനമായത്. താരങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് തീരുമാനം. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ തലവനായി അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രേവോ തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ഇനി മുതൽ ലിയോ 14 എന്നാണ് അറിയപ്പെടുക. കോൺക്ലേവ് കൂടി രണ്ടാം ദിനമാണ് 267ാമത്തെ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തത്. US-ൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് 69-കാരനായ കർദിനാൾ റോബർട്ട് പ്രേവോ. കോൺക്ലേവ് കൂടി രണ്ടാം ദിനം നടന്ന 4ാമത്തെ വോട്ടെടുപ്പിലാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് സ്വീകരിക്കുന്നുവോ എന്ന് അദ്ദേഹത്തോട് സമ്മതം ചോദിച്ച ശേഷം എല്ലാ കർദിനാൾമാരും നിയുക്ത പാപ്പായോടുള്ള വിധേയത്വം പ്രഖ്യാപിച്ചു. തുടർന്ന് അദ്ദേഹം ലിയോ 14 എന്ന നാമം സ്വീകരിക്കുകയായിരുന്നു.